ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു ബൈബിൾ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് ആദാമിനെയും ഹവ്വയെയും ആ മനോഹരമായ തോട്ടത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വന്ന ആ ദുഃഖകരമായ നിമിഷം. അതൊരു വളരെ ദുഃഖകരമായ സംഭവമായിരുന്നു. ഇന്ന് നമ്മൾ അവരുടെ മക്കളായ കയീനെയും ഹാബേലിനെയും കാണാൻ പോകുകയാണ്. പക്ഷേ അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും ഒരു ബൈബിൾ കഥ പോലും നഷ്ടപ്പെടുകയില്ല. ആദാമിനും ഹവ്വയ്ക്കും 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകൾ കയീൻ, ഹാബേൽ. കയീൻ വയലുകളിൽ കൃഷി ചെയ്യുന്നവനായിരുന്നു. വിത്തു വിതച്ചു, വിളവ് കൊയ്യുകയും ഭക്ഷണത്തിനുള്ള ഒരുക്കം ചെയ്യുകയും ചെയ്തു. ഹാബേൽ ഇടയനായിരുന്നു. ആട്ടിൻകൂട്ടങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. അവയെ സ്നേഹിച്ചു, സംരക്ഷിച്ചു, സുരക്ഷിതമായി സൂക്ഷിച്ചു. ഇരുവർക്കും ജോലിയുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥയായിരുന്നു. ഒരു ദിവസം ഇരുവരും അവരുടെ യാഗങ്ങളുമായി ദൈവത്തിങ്കൽ എത്തി. കയീൻ തന്റെ കഠിനാധ്വാനത്തിൽ നിന്നുള്ള ചില വിളകൾ കൊണ്ടുവന്നു. പക്ഷെ ഹാബേൽ തന്റെ ആദ്യത്തെ ഏറ്റവും നല്ല കുഞ്ഞാടിനെ യാഗമായി കൊണ്ടുവന്നു. ദൈവം ഹാബേലിന്റെ യാഗത്തെ സ്വീകരിച്ചു. കാരണം അത് സ്നേഹത്തോടെയും സത്യസന്ധമായ ഹൃദയത്തോടെയും കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ കയീന്റെ യാഗം ദൈവം സ്വീകരിച്ചില്ല. കാരണം അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരെയായിരുന്നു. ദൈവം കയീനോട് ആഗ്രഹിച്ചു, ശരിയായത് തിരഞ്ഞെടുക്കൂ, സ്നേഹം നിന്റെ വഴികാട്ടിയായിരിക്കട്ടെ. പക്ഷേ കയീൻ കേൾക്കാൻ തയ്യാറായില്ല. അവന്റെ മനസ്സ് ദുഃഖത്തിലും ഇരുട്ടിലും നിറഞ്ഞു. അവന്റെ ഉള്ളിൽ പൊരുതിക്കയറി വന്ന അസൂയ ഉയർന്നു. ഒരു ദിവസം കയീൻ ഹാബേലിനെ പുറത്തേക്ക് വിളിച്ചു. അവർ വയലിലൂടെ നടക്കുമ്പോൾ കയീൻ തന്റെ ക്രോധം പിടിച്ചു നിർത്താനാവാതെ ഹാബേലിനെ ആക്രമിച്ചു. ഒരു നിമിഷം കൊണ്ട് ഹാബേൽ മരിച്ചു. ഹാബേൽ ഇനി സംസാരിക്കാൻ കഴിയാത്തവനായിരുന്നു. എങ്കിലും അവന്റെ ഹൃദയം ദൈവത്തിന്റെ കണ്ണിൽ വിലപ്പെട്ടതായിരുന്നു. അപ്പോൾ ദൈവം കയീനോട് വന്നു. ക്രോധത്തോടെയല്ല, ദുഃഖത്തോടെയായിരുന്നു. ദൈവം ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെയാണ്? കയീൻ മന്ദമായി പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷേ ദൈവം പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തം നിലത്തുനിന്ന് എന്നെ വിളിച്ചു പറയുന്നു. പിന്നീട് ദൈവം കയീനെ ശിക്ഷിച്ചു. നീ വയലുകൾ കൃഷി ചെയ്താലും ഇനി അവ നിനക്ക് വിളവ് തരുകയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന അനാഥനായിത്തീരും. കയീൻ കരഞ്ഞു, ഇത്രയും വലിയ ശിക്ഷ! ഞാൻ എന്നും അലഞ്ഞു തിരിയേണ്ടി വരും. ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും. പക്ഷേ ദൈവം ഇന്നും അവനെ സ്നേഹിച്ചു. അവനെ സംരക്ഷിക്കാൻ ഒരു അടയാളം നൽകി. അതൊരു വാഗ്ദാനമായിരുന്നു. ആരും അവനെ കൊല്ലുകയോ ഹാനി ചെയ്യുകയോ ചെയ്യില്ല. അങ്ങനെ കയീൻ തന്റെ തെറ്റായ തെരഞ്ഞെടുപ്പിന്റെ ഭാരവുമായി സ്വന്തം വീട്ടിൽ നിന്ന് അകലേക്ക് പോയി. എന്നാലും ദൈവത്തിന്റെ സ്നേഹം അവനോടൊപ്പം തന്നെയുണ്ടായിരുന്നു. ആദാമിന്റെയും ഹവ്വയുടെയും ഹൃദയം തകർന്നു. കാരണം അവർ ഒരേ ദിവസം 2 പുത്രന്മാരെ നഷ്ടപ്പെട്ടു. ഒരാളെ മരണത്തിലും മറ്റേയാളെ പാപത്തിലും. എങ്കിലും ദൈവം അവരെ അനുഗ്രഹിച്ചു. അവർക്ക് മറ്റൊരു പുത്രനെ നൽകി. അവന്റെ പേര് ഷേത്ത്. ഹാബേലിനു പകരമായി ദൈവം നൽകിയൊരു വരദാനമായിരുന്നു ഷേത്ത്. പിന്നീട് ഷേത്തിനും ഒരു പുത്രൻ ജനിച്ചു. അവന്റെ പേര് എന്നോഷ്. ആ ദിവസം മുതൽ മനുഷ്യർ യഹോവയുടെ നാമം വിളിക്കാൻ തുടങ്ങി. അതെ, തടസ്സങ്ങൾ പലപ്പോഴും വന്നുകൊണ്ടിരുന്നു. എങ്കിലും ദൈവത്തിന്റെ പദ്ധതി തടസ്സപ്പെടാതെ മുന്നോട്ടു പോവുകയും ചെയ്തു. അവന്റെ സ്നേഹം എന്നും സ്ഥിരമായി നിലനിന്നു. ആദാമിന്റെയും ഹവ്വയുടെയും കഥ ദുഃഖത്തിൽ അവസാനിച്ചില്ല. കാരണം ദൈവം അവരെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ഷേത്തിന്റെ കുടുംബത്തിൽ നിന്ന് കൂടുതൽ കുട്ടികൾ ജനിച്ചു. പിന്നീട് ഭൂമിയിൽ ജനങ്ങൾ വർദ്ധിച്ചു. പക്ഷേ ജനങ്ങൾ വർദ്ധിച്ചതിനൊപ്പം അവരുടെ മനസ്സ് വീണ്ടും ദോഷത്തിലേക്കും വഴുതിപ്പോയി. എങ്കിലും എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. ഒരു വ്യക്തി ദൈവത്തോടൊപ്പം നടക്കുകയും അവന്റെ വാക്ക് കേൾക്കുകയും ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയാണ്. ഒരു വലിയ പടക്, ഒരു മഹാപ്രളയം, ഒരു തിളങ്ങുന്ന വാനവില്ലിന്റെ വാഗ്ദാനം. വാ, എത്ര മനോഹരമായൊരു യാത്ര അല്ലേ! ഒട്ടക്കഥക്കുള്ളിൽ ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നടന്നുവോ? ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി കൂടി നിങ്ങൾക്കായി ധാരാളം കഥകൾ വരാനിരിക്കുന്നു. ഓർക്കൂ, നമ്മൾ തെറ്റുകൾ ചെയ്താലും കർത്താവ് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. അടുത്ത തവണ വീണ്ടും കണ്ടുമുട്ടാം. സുഹൃത്തുക്കളെ, ദൈവം നിങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു.